ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അഞ്ജു, ഞാൻ റിസർച്ച് സ്കോളറാണ്. സോ എൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മോളിക്കുലാർ ബയോളജിയാണ്. സോ CSIR നെറ്റിന് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മോളിക്കുലാർ ബയോളജി എന്ന ടോപ്പിക്കിൻ്റെ കുറച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസ്ക്രിപ്ഷനെ കുറിച്ചാണ്. അപ്പം വാട്ട് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം സെൻട്രൽ ഡോഗ്മ എന്താണെന്ന് പറയാം. സെൻട്രൽ ഡോഗ്മ എന്താണ്? ഡി എൻ എയിൽ നിന്ന് RNA, RNA യിൽ നിന്ന് പ്രോട്ടീൻ. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്നത്. അതിലെ DNA RNA ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് പറയുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? RNA പോളിമറേസ്. സോ അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് കണ്ടോ, നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA യിൽ നിന്ന് അത് ട്രാൻസ്ക്രിപ്ഷൻ വഴി എന്തായിട്ടും കൺവേർട്ട് ചെയ്യും, mRNA ആയിട്ട് കൺവേർട്ട് ചെയ്യും. mRNA യിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പ്രോട്ടീൻ റിലീസ് ചെയ്യും. ഓക്കെ, സോ here it is, that is the DNA that is stores genetic information in the cell and that is transcribed by RNA polymerase, that is DNA dependent RNA polymerase, and it is will synthesize RNA and this RNA is translated into the protein. So this RNA that carries the genetic information from the DNA to the ribosomes, and then after converting to the protein it performs cellular functions and activities. Okay, സോ എന്തിനാണ് ട്രാൻസ്ക്രിപ്ഷൻ? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഫുഡ് ഇൻടേക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടും. ആ സമയത്ത് നമുക്ക് ഇൻസുലിൻ എന്ന പ്രോട്ടീൻ നമുക്ക് അധികമായിട്ട് ആവശ്യം വരും. എന്തിനാ? നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ സമയത്ത് ഒരു സിഗ്നൽ പോയിട്ട് എന്ത് ചെയ്യും? ആ ഇൻസുലിൻ ജീനെ ആദ്യം എന്ത് ചെയ്യും? ട്രാൻസ്ക്രൈബ് ചെയ്യും. എന്നിട്ട് പിന്നെ അതിനെ പ്രോട്ടീനായിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ അതെന്ത് ചെയ്യും? നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇൻസുലിൻ വന്ന് ഡിഫറെൻറ്റ് സെൽസിൽ വന്ന് ആക്ട് ചെയ്യും. ഓക്കെ, ഇതാണ് പ്രോസസ്സ്. അപ്പോൾ നമുക്ക് വേണ്ട സമയത്ത് മാത്രമാണ് എന്ത്? ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. ഈ ട്രാൻസ്ക്രിപ്ഷൻ നടക്കാൻ 3 സ്റ്റെപ്സ് ആണുള്ളത്. ഒന്ന് ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഇനീഷ്യേഷൻ എന്ന് പറയുന്നത് നമ്മുടെ DNA യിലുള്ള സീക്വൻസ്, ദാറ്റ് ഇസ് ഒരു പ്രൊമോട്ടർ സീക്വൻസ് ഉണ്ട്. ഈ പ്രൊമോട്ടർ സീക്വൻസിലേക്ക് ഡിഫറെൻറ്റ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് വന്ന് ബൈൻഡ് ചെയ്യുന്നു. അത് കാരണം അവിടെ RNA പോളിമറൈസ് വന്ന് റിക്രൂട്ട് ചെയ്യുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? ഇനീഷ്യേഷൻ. പിന്നെ അതിനുശേഷം എലോങ്ങേഷൻ, ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് വഴി ഓരോ ന്യൂക്ലിയോടൈഡ്സും ഓരോന്ന് ആഡ് ചെയ്ത് 3' OHലേക്ക് ആഡ് ചെയ്ത് ഒരു mRNA ഫുൾ സ്ട്രെച്ചിൽ സിന്തസൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യണം. ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ടെർമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് പ്രോകാരിയോട്സിലുള്ള ട്രാൻസ്ക്രിപ്ഷൻ നോക്കാം. പ്രോകാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നതിൽ ഇൻവോൾവ് ചെയ്യുന്ന ആകെ ഒരു RNA പോളിമറേസ് ഉള്ളൂ, RNA പോളിമറേസ് 1. ആ RNA പോളിമറേസ് 1 തന്നെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കാം. അതിന് ആൽഫ, ബീറ്റ, ഒമേഗ, ഗാമ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ മെയിനായിട്ട് നമ്മളിപ്പം ഇവിടെ തൽക്കാലം നോക്കുന്നത് കുറച്ച് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ഉണ്ട്. ആ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് പ്രൊമോട്ടർ റീജിയനിൽ വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നു. ദാറ്റ് കോസസ് ദ റിക്രൂട്ട്മെൻറ്റ് ഓഫ് RNA പോളിമറേസ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? RNA പോളിമറേസ് mRNA സിന്തസൈസ് ചെയ്യുന്നു. സോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ദ പ്രൊമോട്ടർ റീജിയൻ. ഇങ്ങനത്തെ കുറേ പ്രൊമോട്ടർ റീജിയനിൽ വന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് വന്ന് ബൈൻഡ് ചെയ്യും ആൻഡ് ദാറ്റ് കോസസ് ദ റിക്രൂട്ട്മെൻറ്റ് ഓഫ് RNA പോളിമറേസ് ആൻഡ് ദെർബൈ ദ സിന്തസിസ് ഓഫ് mRNA. ഓക്കെ, സോ mRNA കണ്ടോ, ഇവിടെ നമ്മൾ ആദ്യം RNA പോളിമറേസ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് അൺബൈൻഡ് ചെയ്യും. ഈ 2 സ്ട്രാൻഡ്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. അതിനുശേഷം mRNA സിന്തസൈസ് ചെയ്യും. RNTPs ആഡ് ചെയ്തിട്ട് ആഡ് ചെയ്ത് mRNA സിന്തസൈസ് ചെയ്യും. അത് കഴിഞ്ഞ് mRNA സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. ട്രാൻസ്ക്രിപ്ഷൻ തന്നെ പ്രോകാരിയോട്സിൽ 2 ടൈപ്സ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. റോ ഡിപ്പെൻഡൻറ്റും റോ ഇൻഡിപെൻഡൻറ്റും. റോ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ mRNAയിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു സീക്വൻസ് കാരണം അവിടെ ഒരു ലൂപ്പ് സ്ട്രക്ചർ ഫോം ചെയ്യും. ദാറ്റ് ഈസ് ഫോളോഡ് ബൈ എ യുറാസിൽ റിച്ച് റീജിയൻ ആയതുകൊണ്ട് അത് നോർമലി അത് ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് റോ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ റോ എന്ന് പറഞ്ഞ പ്രോട്ടീൻ വന്നവിടെ ബൈൻഡ് ചെയ്യും. അതൊരു ഹെലിക്കേസ് ആണ്. ദാറ്റ് കോസസ് ATP ഹൈഡ്രോളിസിസ് ആൻഡ് അത് അവിടെ ടെർമിനേഷന് സഹായിക്കുന്നു. ദാറ്റ് ഈസ് ദ 2 type of termination that happening in prokaryotes. So റോ ഇൻഡിപെൻഡൻറ്റ് ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ GC റിച്ച് ഇൻവേർട്ടഡ് റിപ്പീറ്റ്സ് ഉണ്ടാവും. ആൻഡ് പിന്നെ അതിന് തന്നെ അതൊരു ഹെയർ പിൻ ലൂപ്പ് ഫോർമേഷൻ സാധിക്കും. പിന്നെ അതിനെ ഫോളോഡ് ബൈ യുറാസിൽ റിച്ച് റീജിയൻ ഉണ്ടാവും. അത് കാരണം അവിടെ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ആവും.
റോ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ റോ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ വന്ന് ബൈൻഡ് ചെയ്തിട്ട് അവിടെ ആ ഒരു പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യും. ഇതാണ് ബേസിക് ആയിട്ട് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. സോ ഇനിയും കൂടുതൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.